ഹേ ഗായ്സ്, ഇന്ന് എൻ്റെ വീട്ടിലെ രാവിലെ ഉണ്ടല്ലോ. രാവിലെ എന്ന് പറയാൻ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. 5:50 ആകുമ്പോൾ തന്നെ റേഡിയോ വയ്ക്കും. റേഡിയോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സമയത്ത് തന്നെ എണീക്കും. ആ പക്കത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എണീക്കാൻ ലേറ്റാവും. നിങ്ങളിന് പഠിക്കാനൊന്നും പോകണമെങ്കിൽ എണീറ്റ ഉടനെ അമ്മ ചായ ഇട്ട ഉടനെ വിളിക്കും, ചായ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എണീറ്റ ഉടനെ ചായ ഇടും. രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാണ് അന്നത്തെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഇടിയപ്പമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ദോശയ്ക്കുള്ള മാവ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മയടുത്ത് നിന്ന് ഇടിയപ്പം മതി മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അമ്മ ഇടിയപ്പം ഉണ്ടാക്കിയതാണ്. ഇത് പൊൻകതിറിൻ്റെ ഇടിയപ്പം പൊടിയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇടിയപ്പത്തിന്. ഞങ്ങൾ വീട്ടിൽ പെട്ടെന്ന് രാവിലെ തന്നെ ജോലിയൊക്കെ കഴിയും. അതിനുശേഷം ഞാൻ പിന്നെ കോവയ്ക്ക, അസ്യൂഷ്വൽ നമ്മുടെ വീട്ടിലെ കോവയ്ക്ക മിക്ക ദിവസവും കോവയ്ക്ക വഴിക്ക് കാണും. ഞാൻ കോവയ്ക്കൊക്കെ അരിഞ്ഞ് പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ ടെറസിൻ്റെ മേള്. ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ മൊത്തം കൃഷിയാണ്. ഇതൊക്കെ എന്തൊരു സംഭവമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മൊത്തം കൃഷിയാണ്. കോവയ്ക്കയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വിളവെടുക്കുമ്പോൾ കൃത്യമായിട്ട് സാധനം നമ്മുടെ വീട്ടിലെത്തും. പിന്നെ ഇതൊക്കെ എന്തിൻ്റെയൊക്കെ വിത്തൊക്കെ നട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കോവയ്ക്ക വള്ളി. ശരിക്കും പടർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. കോവയ്ക്കൊക്കെ പറിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ ഇതിലങ്ങനെ കോവയ്ക്കയില്ല. ഒരു കോവയ്ക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കോവയ്ക്ക വള്ളി ടെറസിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങി അങ്ങ് താഴെ, ഇത് അപ്പുറത്തെ വീട്ടിലെ അവരെ മതിലാണ്. ആ മതിലിൻ്റെ സൈഡിലോട്ടൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടില്ലേ, എനിക്ക് പൊതുവെ ചെടികളോട് താല്പര്യമില്ലെന്ന്. അതിന് വേറൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു ചെടികളും ഇല്ല. ചെടികൾ മീൻസ് പൂക്കൾ. ഒരു പൂ പിടിക്കുന്ന ചെടികളല്ല, മൊത്തം കൃഷിയാണ്. കറിവേപ്പില ശരിക്കും ഉണ്ട്. കറിവേപ്പില, കറ്റാർ വാഴ, കത്തിരിക്ക, വാഴ അങ്ങനെയുള്ളൂ. അല്ലാതെ ഒരു പൂ പോലും എൻ്റെ വീട്ടിലില്ല. പക്ഷേ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് മൂലം അടുപ്പിലാണ് മിക്കതൊന്ന് വെച്ചത്. ചീരത്തോരനുണ്ട്, കോവയ്ക്ക മെഴുക്കുണ്ട്. 9 മണിക്ക് മുമ്പേ തന്നെ ഞങ്ങളുടെ വീട്ടിൽ മിക്ക പരിപാടിയും തീരും. മീൻകറി, എന്തൊരു മീനാണോ എന്തോ. പിന്നെ ഞാൻ ഇടിയപ്പവും ചിക്കനും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു.